ആത്മശക്തിയാൽ നിറച്ചിടുക, അനുദിനം ആരാധിക്കാം. അഭിഷേകത്താൽ നിറച്ചിടുക, ഉണർന്ന് ശോഭിക്കുക. ആത്മശക്തിയാൽ നിറച്ചിടുക, അനുദിനം ആരാധിക്കാം. അഭിഷേകത്താൽ നിറച്ചിടുക, ഉണർന്ന് ശോഭിക്കുക. അഭിഷേകം പകർന്നിടുക, പുരുഷർക്ക് പ്രാപിക്കുക. അഭിഷേകം പകർന്നിടുക, പുരുഷർക്ക് പ്രാപിക്കുക. അന്ധകാര ശക്തികളെ ജയിക്കും ഞാനാക്കുകയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാനാക്കുകയാ. വിഷം നിറയും മരുയാത്രയിൽ നിന്നെ സ്തുതിച്ചാത്തിടുന്നു. തുറന്നിടുക ഞാൻ എഴുന്നേറ്റ് ശോഭിക്കുക. വിഷം നിറയും മരുയാത്രയിൽ നിന്നെ സ്തുതിച്ചാത്തിടുന്നു. തുറന്നിടുക ഞാൻ എഴുന്നേറ്റ് ശോഭിക്കുക. അഭിഷേകം പകർന്നിടുക, പുരുഷർക്ക് പ്രാപിക്കുക. അഭിഷേകം പകർന്നിടുക, പുരുഷർക്ക് പ്രാപിക്കുക. അന്ധകാര ശക്തികളെ ജയിക്കും ഞാനാക്കുകയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാനാക്കുകയാ. അഭിഷേകം ചെയ്യുക, വിശുദ്ധിയോടാരാധിക്കാം. ആത്മാവിനാലേ ശക്തിയാലേ കോട്ടകൾ തകർത്തിടുക. കൃപയാലേ അഭിഷേകം ചെയ്യുക, വിശുദ്ധിയോടാരാധിക്കാം. ആത്മാവിനാലേ ശക്തിയാലേ കോട്ടകൾ തകർത്തിടുക. അഭിഷേകം പകർന്നിടുക, പുരുഷർക്ക് പ്രാപിക്കുക. അഭിഷേകം പകർന്നിടുക, പുരുഷർക്ക് പ്രാപിക്കുക. അന്ധകാര ശക്തികളെ ജയിക്കും ഞാനാക്കുകയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാനാക്കുകയാ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-9 വാക്യം. ഇതാ യഹോവയായ കർത്താവ് എന്നെ തുണയ്ക്കുന്നു, എന്നെ കുറ്റം വിധിക്കുന്നവൻ ആർ? അവരെല്ലാവരും വസ്ത്രം പോലെ പഴകിപ്പോകും, പുഴു അവരെ തിന്നുകളയും. ജീവവചനത്തിന്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കർത്താവ് തുണയ്ക്കായി ഇറങ്ങിയാൽ എന്നൊരു വിഷയമാണ് നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കുടപ്പിറപ്പുകളെ ജീവിതത്തിൽ കഷ്ടതയുടെ നടുവിൽ ഒറ്റപ്പെട്ടു പോകുന്ന, കൂടെ നിൽക്കുവാൻ ആരുമില്ലാത്ത അവസ്ഥ ഭയാനകമാണ്. ഏത് മനുഷ്യനും ആഗ്രഹിക്കുന്നത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ നിൽക്കുവാൻ ആരെങ്കിലും ഉണ്ടാകണം എന്നതാണ്. കഷ്ടതയിൽ സ്നേഹിതർ മാറിപ്പോകും. കൂടെ ഉണ്ടാകുമെന്ന് കരുതുന്ന ഏവരും തള്ളിക്കളയുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും. എന്നാൽ ആരും കൂടെ കാണില്ല എന്ന് ചിന്തിക്കുന്ന കഷ്ടതയിലും തുണയായി കൂടെ നിൽക്കുന്ന ഒരുവനുണ്ട്. അവനാണ് സർവശക്തനായ കർത്താവ്. അന്യായമായി കുറ്റം വിധിക്കപ്പെടുമ്പോഴും തള്ളിക്കളയാതെ കൂടെ നിൽക്കുന്നവൻ, ഉപദ്രവിക്കപ്പെടുമ്പോൾ തുണ നിൽക്കുന്നവൻ, വാക്കുകൊണ്ടല്ല പ്രവൃത്തി കൊണ്ടും സാന്നിധ്യം കൊണ്ടും തുണയായി ദൈവം കൂടെയുണ്ടാകും. ഇണയ്ക്ക് എപ്പോഴും ഏതവസ്ഥയിലും കൂടെ നിൽക്കുവാനാകില്ല. ഇണ മാറിപ്പോകേണ്ടി വരും. എന്നാൽ തുണ ഒരവസ്ഥയിലും മാറിപ്പോകുകയില്ല. ഏതവസ്ഥയിലും തുണയായി തന്നെ നിൽക്കും. ദൈവവചനം പറയുന്നത്, ഇതാ യഹോവയായ കർത്താവ് എന്നെ തുണയ്ക്കുന്നു, എന്നെ കുറ്റം വിധിക്കുന്നവൻ ആർ? കുടപ്പിറപ്പുകളെ, കർത്താവ് തുണയായി നിൽക്കുന്നവൻ ഭാഗ്യവാനാണ്. കാരണം കർത്താവ് നമുക്ക് തുണയായി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മെ പകയ്ക്കുന്നവർ പാറിപ്പോകും, നമ്മെ ഉപദ്രവിക്കുന്നവർ ഉരുകിപ്പോകും, നമ്മെ കുറ്റം വിധിക്കുന്നവർ വസ്ത്രം പോലെ പഴകിപ്പോകും. കർത്താവ് തുണയ്ക്കുന്നവനെ ആർക്കും ഒരു നിയമത്തിനും ഒരധികാരത്തിനും നശിപ്പിക്കുവാനാകില്ല. അവന്റെ മേലുള്ള
നിയമക്കുരുക്കും കുറ്റം വിധിക്കലും ശിക്ഷ കൊടുക്കലും അപമാനിക്കലുകൾക്കും ഒക്കെ അല്പായുസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ദൈവവചനം പറയുന്ന സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നത്, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കർത്താവ് തുണയ്ക്കുന്നവന് ഒന്നിനെയും ആരെയും ഭയക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം അവൻ്റെ കൂടെ ഏറ്റവും അടുത്ത് തുണയായി നിൽക്കുന്ന കർത്താവിനെ അവൻ ആത്മാവിൽ കാണുന്നുണ്ട്. ആ കർത്താവിൻ്റെ ആ തക്ക തുണയുടെ സാന്നിധ്യം, സാമീപ്യം അവൻ ആത്മാവിൽ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ വിധിക്കുന്നവരും ശിക്ഷ നടപ്പാക്കുന്നവരും അപമാനിക്കുന്നവർക്കുമൊക്കെ കാണാൻ കഴിയാത്ത ഒരു സാമീപ്യവും സാന്നിധ്യവുമാണ് ആ തക്ക തുണയുടേത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് അവർ അറിയുന്നേയില്ല. എബ്രായ ബാലന്മാർ ഒരു വലിയ ശിക്ഷ വിധിക്കൽ ഇരകളായി ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നെബൂഖദ്നേസർ രാജാവ് കെട്ടിപ്പൊക്കിയ ബിംബത്തെ നമസ്കരിച്ചില്ല എന്ന കാരണത്താൽ ദൈവിക പ്രമാണത്തെ അനുസരിക്കുന്ന ഭക്തന്മാർ തീക്കുണ്ടത്തിലേക്ക് എടുത്തെറിയപ്പെടുവാൻ പോവുകയാണ്. അദൃശ്യ സാന്നിധ്യം കൊണ്ട് അവർക്ക് തുണയായി നിന്ന കർത്താവിനെ അവർ കണ്ടിരുന്നത് കൊണ്ട് അവർ ഭയന്നില്ല. അവർ ഭയക്കേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. കാരണം അവരുടെ കണ്ണുകൾ കൊണ്ട് അദൃശ്യനായ ദൈവത്തെ അവർ കണ്ടു. തുണ നിൽക്കുന്ന, കൂടെ നിൽക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം, സാമീപ്യം അവർ അനുഭവിച്ചു. അതുകൊണ്ട് അവർ ഭയപ്പെട്ടു പോയില്ല. എന്നാൽ രാജകോപം അവർക്കെതിരെ ഉയർന്നു നിൽക്കുകയാണ്. പരിഹസിക്കുന്ന, അപമാനിക്കുന്ന ഒരു ജനസമൂഹം അവർക്ക് ചുറ്റും ആരവം ഉയർത്തിക്കൊണ്ട് നിൽക്കുന്നു. തീച്ചൂള 7 മടങ്ങായി ചൂട് വർദ്ധിപ്പിച്ച് തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ്. ബിംബത്തെ വണങ്ങി രക്ഷപ്പെടുവാൻ ഒരവസരം കൂടി അവർക്ക് കൊടുത്തു. ഒരവസരം കൂടി രക്ഷപ്പെടാൻ കൊടുത്തിട്ടും ഭയം ഒട്ടുമില്ലാതെ ഉറച്ച തീരുമാനത്തോടെ സത്യദൈവത്തെ, ദൈവിക പ്രമാണത്തെ മാത്രം മാനിക്കുന്ന വിശ്വാസവീരന്മാർ രാജാവിനെ അനുസരിക്കുവാൻ താല്പര്യപ്പെടാതെ ദൈവത്തെ അനുസരിക്കുവാൻ അവർ തീരുമാനിച്ചു. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നീ ഭക്തന്മാർ, അവർ 3 പേരും അത് കാരണം തീച്ചൂളയിലേക്ക് എടുത്തെറിയപ്പെട്ടു. പ്രിയരെ, ദൈവിക കൽപ്പനകളെ കാത്തവരായ ഭക്തന്മാർ തങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരുന്ന പരിശുദ്ധ സാന്നിധ്യം തിരിച്ചറിഞ്ഞിരുന്നത് കൊണ്ടും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്തിരിക്കുന്ന, തുണയായിരിക്കുന്ന കർത്താവിൻ്റെ കൂടെ തീക്കകത്ത് സ്വാതന്ത്ര്യമുള്ളവരായി, സന്തോഷമുള്ളവരായി, ആനന്ദമുള്ളവരായി അവർ കർത്താവിനൊപ്പം ആ തീക്കുണ്ടത്തിൽ നടക്കുവാനിടയായി. ദൈവം അവരുടെ സങ്കേതവും ബലവുമായി അവർ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്തികുണ്ടത്തിൽ യഹോവയായ കർത്താവ് തന്നെ മാനിച്ച, തന്നെ മഹത്വപ്പെടുത്തിയ തൻ്റെ പ്രിയ മക്കളെ തുണച്ചു. ബന്ധിക്കപ്പെട്ടവരായി തീക്കകത്ത് വീഴ്ത്തപ്പെട്ടവരാണെങ്കിലും കൈകാലുകളിലെ ബന്ധനം അഴിഞ്ഞവരായി, തീക്കകത്ത് വെണ്ണീറായി തീരേണ്ടിയിരുന്നവർ തേജസ്സുള്ളവരായി, ജീവനുള്ളവരായി, വെന്തുപോകാതെ ദൈവത്തെ പാടി പുകഴ്ത്തിക്കൊണ്ട് സന്തോഷത്തിന് നൃത്തം വെച്ച് നടക്കുന്ന കാഴ്ച കണ്ട രാജാവ് ഭയപ്പെട്ടു പോയി, ആശ്ചര്യപ്പെട്ടു പോയി. 3 പേരെയാണ് തീയിൽ എറിഞ്ഞത്. എന്നാൽ 4 പേർ ഇപ്പോൾ തീയിൽ കൂടി നടക്കുന്ന കാഴ്ചയാണ് അവർ കാണുന്നത്. തീ കൊണ്ട് ഉത്തരമരുളുന്ന ഒരേ ഒരു ദൈവം തൻ്റെ അത്ഭുത പരിപാലനത്താൽ തൻ്റെ മക്കളെ പുലർത്തുന്നത് കണ്ട വിരോധികൾ ലജ്ജിക്കപ്പെടുവാനും രാജകൽപ്പന അവർക്കെതിരെ ആയതിനാൽ അവർ നിരാശപ്പെട്ടവരായി തീരുവാനും ഇടയായി. എബ്രായ ബാലന്മാർക്ക് ദൈവത്തെ അടുത്തനുഭവിച്ചവർക്ക് പറയുവാനായത്, കർത്താവ് ഞങ്ങളെ തുണച്ചു, ഞങ്ങളെ കുറ്റം വിധിച്ച് തള്ളുന്നതാ, അവരെല്ലാവരും വസ്ത്രം പോലെ പഴകിപ്പോകുന്നു, പുഴു അവരെ തിന്നുകളയുന്നു എന്നൊരു സന്ദേശമാണ് അത്ഭുതകരമായ ദൈവിക പരിപാലനം അനുഭവിച്ചറിഞ്ഞ ഭക്തന്മാർക്ക് പറയുവാനുണ്ടായിരുന്നത്. കൂടപ്പിറപ്പുകളെ, നിങ്ങളുടെ സർവശക്തനായ ദൈവം, നിങ്ങളെ ഓരോരുത്തരെയും ഈ സർവശക്തനായ ദൈവം അനുഗ്രഹിച്ച് അത്ഭുതകരമായി വഴി നടത്തുവാൻ ശക്തനായ ദൈവം തന്നെയാണ്. ഈ ദൈവത്തെ മാനിക്കുക, ദൈവത്തെ അറിയുക, ദൈവത്തിൻ്റെ കൽപ്പന കാക്കുക. നിങ്ങളുടെ ദൈവം സർവശക്തനായ ദൈവം എന്ന് നിങ്ങൾ അനുഭവിച്ചറിയുക. അവൻ നിങ്ങൾക്ക് തുണയായി നിൽക്കുന്നവനെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയും അത്
മറ്റുള്ളവർ മുമ്പാകെ വെളിപ്പെടുത്തുകയും ചെയ്യുക. കഷ്ടങ്ങളിൽ അവൻ നല്ല സങ്കേതവും കോട്ടയും ആയിരിക്കുന്നവനും ഏറ്റവും സമീപസ്ഥനായിരിക്കുന്ന തക്ക തുണയുമെന്ന് വിശ്വസിക്കുകയും അനുഭവിച്ചറിയുകയും ചെയ്യുകയും അത് വിളിച്ചു പറയുന്ന അനുഭവമുള്ളവരായി ജീവിക്കുകയും ചെയ്താൽ നിശ്ചയമായും നാം തകർന്നു പോകില്ല, നമ്മെ നശിപ്പിച്ച് കളയാനാവില്ല. നാം ദൈവത്താൽ മാനിക്കപ്പെടുവാനും ഉയർത്തപ്പെടുവാനും നിലനിർത്തപ്പെടുവാനും ഇടയായിത്തീരും. അതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ശക്തമായി പ്രാർത്ഥിക്കുവാൻ മുട്ടുമടക്കുക. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ തിരുവചനം ശ്രദ്ധയോടെ കേട്ട് മാനിക്ക അതിൻ പ്രകാരം ദൈവത്താൽ മാനിക്കപ്പെടുവാൻ ഞങ്ങൾക്ക് തരുന്ന അവസരത്തിനായി സ്തോത്രം. കർത്താവ് ഞങ്ങൾക്ക് തുണയായിരിക്കുന്നതിനാൽ ഞങ്ങൾ ഭയപ്പെട്ട് പിന്മാറുവാൻ ഇടയാകാതെ, കൽപ്പന ലംഘികളായി തീരുവാൻ ഇടയാകാതെ, കൽപ്പനകളെ, ദൈവിക കൽപ്പനകളെ കാക്കുന്നവരായി തീരുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരും സാക്ഷിക്കുന്നവരുമായി തീരുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ഇന്ന് പകലിൽ അപ്രകാരം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ മറുപടിയും വിടുതലും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയവ ചെയ്തിരിക്കുന്ന വൻകൃപകൾക്കായി സ്തോത്രം. തുടർന്നും ലഭിക്കുന്ന അവസരങ്ങളൊക്കെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങളെ സഹായിക്കും. പ്രാർത്ഥന കേട്ട വൻകൃപയ്ക്കായി സ്തോത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ വരവ് വേഗം നടക്കും. അവന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ ആത്മശക്തിയായി നിറച്ചിടുക, അഭിഷേകത്താലും നിറച്ചിടുക, ശോഭിക്കുക. ആത്മശക്തിയായി നിറച്ചിടുക, അഭിഷേകത്താലും നിറച്ചിടുക, ശോഭിക്കുക. അഭിഷേകം പകർന്നിടുക, പുരുഷർക്ക് പ്രാപിക്കുക. അഭിഷേകം പകർന്നിടുക, പുരുഷർക്ക് പ്രാപിക്കുക. അന്ധകാര ശക്തികളെ ജയിക്കും ഞാനാക്കുകയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാനാക്കുകയാ. ക്ലേശം നിറയും ഒരു യാത്രയാണ് നിന്നെ സ്തുതിച്ചാത്തിരുന്നു. തുറന്നിടുക, ഞാൻ എഴുന്നേറ്റ് ശോഭിക്കുക. ക്ലേശം നിറയും ഒരു യാത്രയാണ് നിന്നെ സ്തുതിച്ചാത്തിരുന്നു. തുറന്നിടുക, ഞാൻ എഴുന്നേറ്റ് ശോഭിക്കുക. അഭിഷേകം പകർന്നിടുക, പുരുഷർക്ക് പ്രാപിക്കുക. അഭിഷേകം പകർന്നിടുക, പുരുഷർക്ക് പ്രാപിക്കുക. അന്ധകാര ശക്തികളെ അന്ധകാര ശക്തികളെ ജയിക്കും ഞാനാക്കുകയാ. അഭിഷേകം ചെയ്യുക, വിശുദ്ധിയോടാരാധിക്കാം. ആത്മാവിനാലേ ശക്തിയാലേ കോട്ടകൾ തകർത്തിടുക. കൃപയാലേ അഭിഷേകം ചെയ്യുക, വിശുദ്ധിയോടാരാധിക്കാം. ആത്മാവിനാലേ ശക്തിയാലേ കോട്ടകൾ തകർത്തിടുക. അഭിഷേകം പകർന്നിടുക, പുരുഷർക്ക് പ്രാപിക്കുക. അഭിഷേകം പകർന്നിടുക, പുരുഷർക്ക് പ്രാപിക്കുക. ശക്തികൾ